മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഹണി റോസ്. അഭിനേത്രിയാണെങ്കിലും ഉദ്ഘാടനങ്ങളിലൂടെയാണ് ഹണി റോസ് പോപ്പുലറായത്. സിനിമകൾ ഹിറ്റായില്ലെങ്കിലും ഉദ്ഘാടന വീഡിയോകൾക്കെല്ലാം ആരാധകർ ഒരുപാടാണ്. എന്നാൽ ഈ ഉദ്ഘാടന വീഡിയോകൾ തന്നെ താരത്തിന് വളരെയധികം വിമർശനങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൂടുതലും വരുന്നത് ഹണിയുടെ രൂപത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചുമാണ്. എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ടാണ് ഹണി നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹണി റോസ് ഇപ്പോൾ ഇതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 20 വർഷത്തോളമായി സിനിമയിലെത്തിയ ഹണിക്ക് ഇന്നും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് താരം പറയുന്നത്. അഭിനയത്തോടുള്ള കടുത്ത താല്പര്യം കൊണ്ടാണ് ഹണി റോസ് സിനിമയിലെത്തിയത്. എന്നാൽ അന്ന് സിനിമയെക്കുറിച്ച് ആധികാരികമായി ഹണിക്കൊന്നും അറിയില്ലായിരുന്നു അത്രയും. സിനിമാ മോഹം തലയിൽ കയറിയപ്പോൾ ഹണി 7ാം ക്ലാസ്സിലായിരുന്നു. മേരിയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഹണി റോസിൻ്റെ നാട്ടിലാണ്. തങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ നടന്ന ഷൂട്ടിംഗ് കാണുവാൻ വേണ്ടി ഹണി റോസ് എത്തിയപ്പോൾ അവിടെ ആരോ ഹണിയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് നാട്ടുകാരിൽ ചിലർ ഹണിക്ക് സിനിമയിൽ അവസരം കിട്ടി എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. ഇത് കേട്ടപ്പോഴാണ് ഹണി റോസിനും യഥാർത്ഥത്തിൽ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നിയത്. സിനിമാ സംവിധായകനായ വിനയനോട് സെറ്റിലെത്തി ഈ കാര്യം അറിയിച്ചു. എന്നാൽ വളരെ കുഞ്ഞായതുകൊണ്ട് ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഹണി റോസിൻ്റെ ചില ഫോട്ടോകളുമായി അച്ഛൻ വിനയനെ വീണ്ടും ചെന്ന് കാണുകയും ആ സമയത്ത് ബോയ് ഫ്രണ്ട് എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന വിനയൻ സിനിമയിൽ ഹണി റോസിന് ഒരു വേഷം കൊടുക്കുകയുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയെങ്കിലും കരിയറിൽ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളൊന്നും ഹണി റോസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതൊരു കഥാപാത്രവും വേറിട്ടതാക്കുവാൻ തന്നെക്കൊണ്ട് ആവും വിധം ശ്രമിക്കുന്ന താരമാണ് ഹണി റോസ്. എന്നാൽ സിനിമകളിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവസരങ്ങൾ ഹണിയെ തേടി എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത്തവണ ഏറ്റവും പുതിയ സിനിമയായ റേച്ചൽ അതിനൊരു അപവാദമാകുമെന്നാണ് പറയുവാൻ സാധിക്കുന്നത്. വളരെ ശക്തമായ ഇറച്ചിവെട്ടുകാരിയുടെ കഥാപാത്രവുമായിട്ടാണ് ഹണി റോസ് ഈ സിനിമയിലെത്തുന്നത്. ഇതിനു മുമ്പ് ഹണി റോസ് ചെയ്തൊരു പ്രധാനപ്പെട്ട വേഷം ട്രിവാൻഡ്രം ലോഡ്ജിലായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജിലെ ഹണിയുടെ കഥാപാത്രം വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. അതായിരുന്നു ഹണി റോസിൻ്റെ കരിയറിലെ ഒരു വിജയം കൈവരിച്ച ചിത്രം. അതിനുശേഷം പിന്നീട് നല്ല നല്ല സിനിമകൾ വരാൻ തുടങ്ങിയെന്നും ഹണി സമ്മതിക്കുന്നു. 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ ലെവലിലാണ് ഹണി റോസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ റേച്ചൽ വരുവാൻ പോകുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്നും ഹണി റോസ് പറയുന്നു. ഇറച്ചിവെട്ടുകാരിയായ റേച്ചലിലൂടെ താരം ആരാധകരെ ഞെട്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ന്യൂസ് ബ്യൂറോ, 24 ന്യൂസ് മലയാളം.